പേരോടെന്ന കള്ളത്തരം, പേരോടിന്റെ വിഡ്ഢിത്തരം, പേരോടിന്റെ മഠയത്തരം, പേരോടിന്റെ ഈ നിലക്കുള്ള ദുഷിച്ച നാവ് ഈ ജനങ്ങളൊന്നറിയട്ടെ. പേരോട് പറയട്ടെ മറുപടി, തൗബ ചെയ്യട്ടെ ആ മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട്. നിങ്ങളുടെ സ്ഥലത്തെ പറ്റി ഞാൻ കളവാണ് പറഞ്ഞത്, എന്റെ നാവിന് ഞാൻ അബദ്ധം പറ്റിപ്പോയിരിക്കുന്നു, മാപ്പ് ചോദിക്കൂ പേരോടെ. അതുകൊണ്ട് ഇതാ കേൾപ്പിക്കുന്നു. അയാള് എന്നെ പറ്റി പറയുന്നതും ആ സ്ഥലം വേലി കെട്ടിയത് കാണിക്കുന്നതുമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ബാക്കി അദ്ദേഹത്തിനുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹം ഇവിടെ സ്ഥലത്തുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തിയത്. ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ ഇന്റർവ്യൂ തയ്യാറാക്കിയത് കൊണ്ട് ആ ഇന്റർവ്യൂ ഇവിടെ കാണിക്കും ഇൻഷാ അല്ലാഹ്. ആദ്യം പേരോട് എന്നെ നാട്ടുകാർ ആട്ടി ഓടിച്ചതൊന്ന് വിശദീകരിക്കുന്നത് കേട്ടോ. മൗലവി വന്ന അന്ന് മുതൽക്ക് നാദാപുരം ടൗണിൽ ശ്രദ്ധേയമായൊരു സ്ഥലത്ത് ഒരു മാന്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് പ്രസംഗിക്കാറ്. എല്ലാവർക്കും അറിയാം, ഇതിന്റെ തൊട്ടടുത്താണ്. അങ്ങനെ നമ്മളെ ഗ്രൗണ്ടിലാണ് മുജാഹിദീങ്ങൾ പലപ്പോൾ വണ്ടി വെക്കാറ്. നമ്മളതൊന്നും തടയാറില്ല. കാരണം അല്ലെങ്കിൽ റോട്ടും വരാ വെക്കുക, അപ്പൊ ഉള്ളതിൽ ശല്യമാവും മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ തന്നെ ശല്യമാണ്. അപ്പോ കുറച്ചൊന്നും ശല്യം കുറയട്ടെ ഇവിടെ വെച്ചോട്ടെ എന്ന് വെക്കല. എന്നിട്ടോ അങ്ങനെ നിങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് നാദാപുരത്ത് വളരെ വില പിടിച്ച സ്ഥലം നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന വ്യക്തി നിങ്ങളുടെ സ്ഥിരം ഗണ്ണനവും ചീത്ത പറയലും തെറി പറയലും കളവ് പറയലും കബളിപ്പിക്കലും തട്ടിപ്പുകളും അട്ടിമറികളും ഞാൻ ഓരോന്നോരോന്നായി ഇവിടെ കാണിച്ച് ഈ രാജ്യത്തും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളുകളിൽ മനസ്സിലായപ്പോ ഇനിമേലിൽ സെലഫി ചവിട്ടരുത് എന്ന രൂപത്തിൽ സ്ഥലം മുള്ളുവേലി കെട്ടി ബന്ധാക്കി, മുള്ളുവേലി കെട്ടി ബന്ധാക്കി. നിഷേധിക്കാൻ കഴിയോ? കണ്ട കാഴ്ചയല്ലേ? മുള്ളുവേലി കെട്ടി ബന്ധാക്കി സ്ഥലം ഉടമ. എന്തിന്? ഇനി മേലിൽ സലഫി ചവിട്ടരുത് എന്ന് നിലക്ക്. ഞാന് ഇത് CD എന്റെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചു, എന്താണ് ഇതിന്റെ നിജസ്ഥിതി? ആ സ്ഥലത്തിനൊരു ഉടമ ഉണ്ടാവുമല്ലോ, ഒരു ബഹുമാന്യൻ. അദ്ദേഹത്തോടൊന്ന് ബന്ധപ്പെടാം. ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ ഷാർജയിലായിരുന്നു. അവിടെ നിന്നാണ് CD കാണുന്നത്. അന്വേഷിച്ചു നോക്കി, അദ്ദേഹം നാട്ടിലുണ്ട് എന്നുള്ള വിവരം കിട്ടി. നമ്മുടെ പ്രവർത്തകർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ പേരോട് ഇയാളെ പറ്റി ഒരു കളവ് പറഞ്ഞത്. ഇദ്ദേഹത്തെ പറ്റി പേരോടൊരു കളവ് പറഞ്ഞത് ആ മാന്യനെ അറിഞ്ഞിട്ടില്ല. അയാൾ നമ്മൾ ഈ CD കാണിച്ചു കൊടുക്കുമ്പോഴാണ് അയാൾ അന്തം വിടുന്നത്. അയാളുടെ സ്ഥലത്തെപ്പറ്റി, ആരാന്റെ സ്ഥലത്തെപ്പറ്റി അവകാശവുമായി വന്നിരിക്കുന്നു പേരോടൻ. നാണമില്ലേ? ലജ്ജയില്ലേ നിങ്ങൾക്ക്? മാപ്പ് പറയണം നിങ്ങൾ ആ മാന്യനോട് പോയിട്ട്. കളവ് പറഞ്ഞതിന് നിങ്ങളല്ലേ പറയല്? കളവ് പറഞ്ഞാൽ ആ കളവ് പറയുന്ന ദജ്ജാലൂന കദ്ദാബൂന നിങ്ങൾ എന്താ വിചാരിച്ചത്? സലഫിയെ ആട്ടിപ്പായിച്ചുനോ? അദ്ദേഹം പറയട്ടെ ഇപ്പൊ എന്തേ വേലി കെട്ടിയതെന്നും ഇനി എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നുമൊക്കെ അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കണം. പേരോടൊന്ന് കൃത്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉളുപ്പ് എന്ന് പറയുന്ന 3 അക്ഷരം ഞാൻ പറഞ്ഞതല്ല, റഹ്മത്തുള്ളാ ഖാസിമി പറഞ്ഞില്ലേ, ഉളുപ്പ് 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 എന്ന് പറഞ്ഞില്ലേ, അയ്യാൻ വേറെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സംഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ഒരു ആശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ആ മാന്യനോട് പോയിട്ട് മാപ്പ് ചോദിക്കൂ പേരോടെ. നാണം എന്ന ഒന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഇന്റർവ്യൂ ഒന്ന് കേൾപ്പിച്ചോളൂ. സത്യാവസ്ഥ മാലോകരറിയട്ടെ. നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും ആ നുണകൾ പിടിക്കാൻ റബ്ബുൽ ആലമീൻ ഞങ്ങൾക്ക് സംവിധാനം ചെയ്തു തരുന്നു. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ട സ്ഥലങ്ങൾ അനുവദിച്ചു തന്ന ആ ബഹുമാന്യ വ്യക്തിത്വം 5 റൗണ്ടിന് ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ അദ്ദേഹത്തിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി അത് കബൂലാക്കണേ എന്ന് ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ ഉടമക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, നാദാപുരത്ത് ഞങ്ങൾക്ക് എവിടെയും പ്രസംഗിക്കാമെന്ന് തെളിഞ്ഞിരിക്കുന്നു. അവിടെ വേണോ ഇവിടെ വേണോ ഏതൊരു സ്ഥലത്തും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് കൃത്യമായി വളരെ വ്യക്തമായി നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പേരോടിന്റെ ആ ഉള്ളുകളില്ലേ, പേരോടിന്റെ നാണം കെട്ട ഏർപ്പാടില്ലേ, പേരോടിന്റെ ഈ വിഡ്ഢിത്തമില്ലേ, പച്ചക്കളവില്ലേ, അതൊന്നും ആലോകരൊന്ന് അറിഞ്ഞോട്ടെ. സിറാജുൽ ഹുദയിലെ കുട്ടികളും അറിഞ്ഞോട്ടെ. ഞങ്ങളെ ഉസ്താദ് സത്യസന്ധനായ ഉസ്താദാ അല്ലേ? ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളുടെ ഒരു നിലവാരേ ഒന്ന് അറിഞ്ഞോട്ടെ ജനങ്ങൾ. കേൾപ്പിക്കൂ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലി ഹസൻ അലി എന്നാണ്. വാണിമേലാണ് എൻ്റെ സ്വദേശം. പിന്നെ ഇവിടെ നാദാപുരത്ത് ഹുസൈൻ സലഫിയുടെ ഈ പ്രഭാഷണം നടന്ന സ്ഥലം താങ്കളുടെ സ്ഥലമാണല്ലോ? എൻ്റെ സ്ഥലമാണ്.
ആ സ്ഥലം മുജാഹിദുകളുടെ പ്രഭാഷണത്തിന് നൽകാനുണ്ടായ ഒരു സാഹചര്യം അന്ന് ഫസ്റ്റ് ഹുസൈൻ സലഫി നാദാപുരത്ത് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ അതിന് ബന്ധപ്പെട്ടവരെന്ത് ചെയ്തു, ഞാനായിട്ട് അന്വേഷിച്ചു സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആവശ്യപ്പെട്ടു. സ്ഥലം സന്തോഷമായി ഞാൻ കൊടുക്കുകയും ചെയ്തു. ഈ 2-3 വർഷത്തിന് മുമ്പ് ഈ സ്ഥലം ഒരു പറമ്പായിട്ട് കിടക്കുകയും അതിനുശേഷം ഞാൻ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ഈ അവിടെയുള്ള മരങ്ങളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ബിൽഡിങ്ങിന്റെ പ്ലാനൊക്കെ സാങ്ഷനാക്കി അങ്ങനെ ഓപ്പണായിട്ട് കിടന്ന അവസരം അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും 2-3 വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പരിപാടികൾ എല്ലാ ദിവസവും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ബിൽഡിംഗ് പണിയണമെന്ന ഉദ്ദേശത്തിൽ എന്ത് ചെയ്തു, ഒരു 2-3 മാസം മുമ്പ് ആ സ്ഥലം എന്ത് ചെയ്തു, മതിൽ കെട്ടി മുള്ളിൽ വലിച്ച് മുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഹുസൈൻ സലഫിന്റെ പരിപാടി അവിടെ വരാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒന്നുമല്ല അവിടെ ഞാൻ മുട്ടിച്ചു. ഇങ്ങനെ അത് അവിടെ ബ്ലോക്ക് ചെയ്തു. പൊതുവെ എനിക്ക് മറ്റുള്ള ചില എന്റെ പേഴ്സണൽ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ അടുത്തായിട്ട് പേരോട് ഉസ്താദിന്റെ ഒരു കേസറ്റില് സത്യം പറഞ്ഞ ഈ കേസറ്റ് എന്റെ സ്ഥലത്തിന്റെ ഈ മുള്ളുവേലി കെട്ടിയ ആ സ്ഥലവും പേരോടിന്റെ പ്രഭാഷണത്തിൽ അത് ഞാൻ ഹുസൈൻ സലഫിക്ക് എതിരായിട്ട് അവിടെ മുള്ളുവേലി കെട്ടി അവരെ ഹുസൈൻ സലഫിന്റെ പരിപാടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാനവിടെ വേലി കെട്ടി മുട്ടിച്ചെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ സത്യമായിട്ട് പറയാ, എന്നോട് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ എന്റെ സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കുകയും അത് CD യിൽ പകർത്തുകയും ചെയ്തിട്ട് അവര് വളരെ പൊതുവേ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടില്ല, എന്നോട് ഒന്നും ഒരു വിവരവും ഞാൻ അറിയില്ല. ഞാൻ ഈ CD കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വിഷയം തന്നെ ഞാൻ അറിയുന്നത്. പേരോട് പറഞ്ഞ മറ്റൊരു കാര്യം, ഹുസൈൻ സലഫിയുടെ എല്ലാ പ്രഭാഷണങ്ങൾക്കും വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഹുസൈൻ സലഫിയെ ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു താങ്കളൊന്നും. ഹുസൈൻ സലഫിയുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും വഞ്ചനകളും പേരോടിന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയപ്പോൾ താങ്കളുടെ സ്ഥലം ഹുസൈൻ സലഫിയോട് വിരോധം കൊണ്ട് മുള്ളുവേലി കെട്ടി അടക്കും എന്നുള്ള രീതിയിലാണ് പേരോട് അവതരിപ്പിക്കുന്നത്. താങ്കൾ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ താങ്കൾ ഇത് ചെയ്ത്? ഒരിക്കലല്ല. ഹുസൈൻ സലഫിന്റെ പരിപാടി കൊണ്ട് നാദാപുരത്ത് പൊതുവെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാർ മാറി ചിന്തിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ തയ്യാറാവുകയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആ സ്ഥലം കൊടുത്ത ആളെന്ന നിലയ്ക്ക് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതിപ്പോ മുജാഹിദുകൾ ഇവിടെ മുൻപ് നടത്തിയ ഖണ്ഡന പ്രസംഗങ്ങൾ വൻ വിജയമായി മാറുകയും പിന്നീട് അത് വമ്പിച്ചൊരു ജനക്കൂട്ടം ഇവിടെ സംഗമിക്കാനുള്ള സൗകര്യമില്ലായ്മ കൊണ്ടാണ് മുജാഹിദുകൾ ഈ പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ് എന്നാണ് സംഘാടകർ പറയുന്നത്. ഇനിയും അതുപോലെ വേറൊരു സ്ഥലം കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ താങ്കളുടെ സ്ഥലം തന്നെ വീണ്ടും മുജാഹിദുകൾക്ക് കൊടുക്കുന്നതിന് വലിയ എതിർപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കൊടുത്തിരിക്കും. ഹുസൈൻ സലഫിക്ക് വേണമെങ്കിൽ ഈ സ്ഥലം എന്ന് വേണമെങ്കിലും ഞാൻ ഇനിയും കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വിഷയമില്ല. അത് ഇയാൾ പേരോടിന്റെ പ്രസ്താവന 100% കളവാണ് അയാൾ പറയുന്നത്. അത് എന്നെ വെച്ചുകൊണ്ട് അത് പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ മുള്ളുവേലി കെട്ടി മുട്ടിച്ചു, എന്തുകൊണ്ട് ആ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഹുസൈൻ സലഫി പരിപാടി നടത്തി എന്നൊക്കെ എന്നോടല്ലേ അന്വേഷിക്കേണ്ടത്. എന്നോടൊന്നും അന്വേഷിക്കാണ്ട് ഇയാൾ ക്ലിപ്പിട്ടിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് തന്നെ ശരിയല്ല. അയാൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് പേരോട് സഖാഫ് ഇങ്ങനെ ഒരു ആരോപണം നടത്താനുള്ള കാരണമായിട്ട് താങ്കൾക്ക് മനസ്സിലാവും? ഞാൻ മനസ്സിലാക്കിയതിലൂടെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ഹുസൈൻ സലഫിന്റെ പ്രസംഗം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അറിയുന്നവർ തന്നെ ഈ നാട്ടിലെല്ലാവരും. അപ്പൊ മനസ്സിലായില്ലേ കേട്ടോ? ഇതാണ് ഖിസി കേട്ടോ. ദുന്യാവിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അപമാനാണിത്, നിന്ദ്യത.